So welcome to day 5 of learning forex trading from scratch. So ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. അതായത് ട്രെൻഡിനനുസരിച്ച് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ ഫസ്റ്റ് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. സോ ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരിക്കും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എപ്പോഴും ആ ഒരു ഹയർ ഹൈസിന് അല്ലെങ്കിൽ സ്വിംഗ് ഹൈസിനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് പൊക്കോണ്ടിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും അവിടെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹയർ ലോസും അവിടെ ഫോം ആവും. സോ ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. നേരെ ഓപ്പോസിറ്റ് ബെയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസിൽ നമുക്ക് എപ്പോഴും ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. എപ്പോഴും ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസിൽ എപ്പോഴും നമുക്കൊരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ സ്വിംഗ് ലോസിന് അല്ലെങ്കിൽ ലോവർ ലോസിന് പ്രൈസ് കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്ത് അവിടെ പോയിക്കൊണ്ടിരിക്കും. അവിടുത്തെ ലോവർ ഹൈസ് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. സോ ബുള്ളിഷ് മാർക്കറ്റിലാണെങ്കിൽ ഹൈസിന് അല്ലെങ്കിൽ ഹയർ ഹൈസിന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കും ആൻഡ് ഹയർ ലോസ് അവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. സോ ഫോർ day 6 follow the page.